പ്രേക്ഷകരും ടോപ്പ് സിംഗറിലുള്ളവരും എല്ലാവരും ഒരേപോലെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന പോലെ ഡിബേറ്റ് വിത്ത് പ്ലേ ബാക്ക് സിംഗർ റൗണ്ട് ആണ് വരുന്നത്. ആയുശ്രീ കുട്ടിയാണ്. വെൽക്കം ആയുശ്രീ. ഹലോ. ഹായ് മോളെ. ഹായ് സർ. മെലിഞ്ഞിട്ടുണ്ടല്ലോ ചക്കര. എനിക്കും തോന്നി കേട്ടോ. എന്താണ് ഡയറ്റിങ്? വീട്ടിലൊക്കെ എത്തിയപ്പോ ഫുഡൊന്നും ശരിയാവുന്നില്ല. മക്കൾ ഇവിടെ തന്നെ എന്നാ എന്തിനാ ഇത്ര അതോ മക്കള് കോറസ് പാടി മെലിഞ്ഞതാണോ? അല്ല അങ്ങനെയല്ല. അല്ല മോളെ ചോദിച്ച മനസ്സിലായില്ലേ? മെലിഞ്ഞോ? ആ മെലിഞ്ഞു. ചോദിച്ചോ? മെലിഞ്ഞു. അല്ല അണ്ണാച്ചി ചോദിച്ച തിരിച്ചാ ചോദിച്ചത്. സ്വന്തമായിട്ട് മെലിഞ്ഞു. ഞാൻ നല്ലോണം മെലിഞ്ഞു. അതെന്താ വീട്ടിലെത്തിയപ്പോ നിനക്ക് ഫുഡ് ചുമ്മാ മീനുട്ടി ഫുഡ് കൂടി. ഫുഡ് എന്തോ ശരിയാവുന്നില്ല. ഇവിടുന്നാണോ അവിടെ വീട്ടിൽ നിന്നാണോ രണ്ട് സ്ഥലത്തുനിന്നൂടെ കഴിക്കുമ്പോ ശരിയാവത്തില്ല. ഇവിടുന്നും വീട്ടിൽ നിന്നും എല്ലാം കൂടെ കഴിച്ചാൽ ശരിയാവത്തില്ല. എന്നാ പിന്നെ ഇവിടുന്ന് കഴിച്ചു പോയപ്പോ അവിടെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് കുഴപ്പമായി. അങ്ങനെ ഭയങ്കര ഛർദിയൊക്കെ ആയി. അയ്യോ വയറുവേദന അങ്ങനെയൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും മെലിഞ്ഞ് ഭയങ്കരമായിട്ട്. സത്യം. ആ ഫുഡ് ഏതാന്ന് പറഞ്ഞാൽ ഞാനും കൂടെ കുറച്ച് കഴിക്കാൻ പോണം. അയാൾ കൂടിയിട്ട് വയ്ക്കാം. അയ്യോ പക്ഷെ ഐശ്വര്യ കുട്ടി അപ്പൊ ഓക്കെ ആണോ? ആ ഓക്കെ ആണോ? പാടാൻ ഓക്കെ അല്ലേ? ഓ യെസ് യെസ്. അതൊക്കെയാണ്. മക്കൾ ഏതാ പാടുന്നേ? ഞാൻ മാനത്തെ ചന്ദിരനത്തൊരു. ആ അത് ഒരാൾ പാടുന്നതാണോ പാട്ട്? അല്ല ഡിയറ്റ്. ആരാ കൂടെ? ശ്രീകാന്ത് ഏട്ടൻ. വിളിക്കാം നമുക്ക്. വെൽക്കം ശ്രീകാന്ത് ചേട്ടൻ ഓൺ സ്റ്റേജ്. ചെക്ക നിനക്ക് സുഖമാണോ? സുഖമായിരിക്കണം സാർ. ചെന്നൈയിലാണോ ഇപ്പൊ? ചെന്നൈയിലാണ് താമസം. അതെ സാർ. സുഖമാണോ? എനിക്ക് സുഖമാണ്. സിസ്റ്റർ അവിടെ തന്നെ അല്ലേ? അതെ രണ്ടുപേരും ഒരുമിച്ചാണ്. വെരി ഗുഡ്. അമ്മ? അമ്മയും അച്ഛനും ട്രിവാൻഡ്രത്താണ്. സുഖമായിരിക്കണം. ഏതാ പുതിയത് പാടിയത്? ലേറ്റസ്റ്റ് ആയിട്ട് ലാസ്റ്റ് ആയിട്ട് പൊന്നിയൻ സെൽവനിൽ പാടിയിട്ടുണ്ടായിരുന്നു 10 തല. പിന്നെ ഇപ്പൊ ഇമ്പം എന്നൊരു മലയാളം ഫിലിമിൽ പാടിയിരുന്നു ജയഹരി ചേട്ടന്റെ മ്യൂസിക്കില്. സോ അങ്ങനെ. എന്തുകൊണ്ടാണ് മദ്രാസിൽ പോയത്? പാട്ട് പഠിക്കണം എന്ന് പറഞ്ഞു പോയി. പിന്നെ കുറച്ച് അവസരങ്ങൾ വന്നു തുടങ്ങി. സോ എൻജോയ് ചെയ്യുന്നുണ്ട് അവിടെ. അല്ല മദ്രാസിൽ പോകുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. കാരണം വേറൊന്നുമല്ല, ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. മലയാളം ഉണ്ട്, തമിഴുണ്ട്, തെലുങ്കുണ്ട്, കന്നഡമുണ്ട്. സോ ഓപ്പർച്യൂണിറ്റീസ് വളരെ ഹൈ ആണ്. അതുപോലെ സിസ്റ്റർ ഉഗ്രം പാട്ടുകാരിയാണ്. നല്ല അവളെല്ലാം ചെയ്യത്തില്ല. മൃദംഗം വായിക്കും. അതെ മൃദംഗം വായിക്കും. എന്ത് ഇൻസ്ട്രുമെന്റ് വായിക്കത്തില്ല അത് അതായിരിക്കും നല്ലത്. സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഒന്നും വായിക്കില്ല. ബെസ്റ്റ്. പിന്നെ കമ്പോസ് ചെയ്യൊക്കെ ചെയ്യും. സ്റ്റുഡിയോ അല്ലേ? അതെ ഞാൻ സാറിന് അത്യാവശ്യം വർക്കും ചെയ്യാറുണ്ട്, പാടാറുണ്ട്, കുറച്ച് റെക്കോർഡിംഗ് സൂപ്പർവിഷൻ ചെയ്യാറുണ്ട്. മക്കളെ മീനൂട്ടി എന്തോ ഇത് ആരുടെ മകനാന്നറിയോ? അരുന്ധതി ടീച്ചറുടെ. അരുന്ധതി ടീച്ചർ ആരാന്നറിയോ? ഇല്ലാതെ ചരിത്രങ്ങൾ പറഞ്ഞ കേട്ടപ്പോ ഞാൻ പറഞ്ഞത് അരുന്ധതി ടീച്ചറുടെ മകൻ. കെമിസ്ട്രി ഏതാണ്ട് പഠിപ്പിക്കുന്ന ടീച്ചറാന്ന് വിചാരിച്ചു. മകൾ ഉഗ്രം പാട്ടുകാരിയാണ്. അതുമല്ല അണ്ണനുമായിട്ടൊരു ബന്ധമുണ്ട്. അണ്ണന്റെ ചേച്ചിയുടെ ശിഷ്യാണ്. രണ്ടുപേരും. അത് പറയുമ്പോ എനിക്കൊരു വിശേഷം പറയാനുണ്ട്. ഞാൻ ഇതിനിടയ്ക്ക് കൊല്ലൂര് മൂകാംബിക പോയിണ്ടായിരുന്നു. അപ്പൊ ചേച്ചീനെ കണ്ടു. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞു ടോപ്പ് സിംഗറിലെ കുട്ടിയാണെന്നൊക്കെ പറഞ്ഞു. മാമിന്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു. അപ്പൊ മാമിനെ കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ഇവര് രണ്ടുപേര് ഇവര് മാത്രമല്ല 3-4 പേരുണ്ട്. അരുന്ധതി, ചിത്ര, ഉഷ, നേരെ കുറെ പേരുണ്ട്. 3-4 പേരുണ്ടായിരുന്നു മെയിനായിട്ടുള്ള ശിഷ്യന്മാർ. ചേട്ടന് ഒരു പാട്ട് പാടിക്കാൻ കൊണ്ടുപോയി അരുന്ധതി. ഏതോ ഒരു പാട്ട് പോയിട്ട് എന്താ പാടാൻ പറ്റാതെ പോയല്ലോ. ഏതായിരുന്നു? ആദ്യമായിട്ട് പാടിയത് അരികിലോ അകലെയോ. പിന്നെ ചേട്ടൻ നിർബന്ധിച്ച് വിളിച്ചോണ്ട് പാടിയതാണ് ഷൺമുഖപ്രിയ രാഗമം. കലയ്ക്ക് അന്ന് അതൊക്കെ സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. തരംഗം അവിടെ തന്നെ ആയിരുന്നു. ഇവരെല്ലാരും നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു. മേടയിൽ വീട്ടിലെ അംഗങ്ങളാണ് എല്ലാവരും. എം ജി എണ്ണ പുറത്തും. കുറെ സന്തോഷം മോനെ കണ്ടതിൽ കേട്ടോ. വളരെ സന്തോഷം ഇവിടെ വന്നതിലും. ആൻഡ് ഫ്രാൻസിസ് ഏട്ടനും ടീമും എല്ലാവരും ഒരുപാട് സന്തോഷം. മുരളിങ്ങൾ എല്ലാവരും കണ്ടതിലും. ഹായ് ശ്രീകാന്ത്. ഹലോ നിത്യ, ഹൗ ആർ യു? സോ ഹാപ്പി ടു സീ യു ഹിയർ. അതും ഒരു പ്ലസന്റ് സർപ്രൈസ് ആയിരുന്നു. കാരണം ഇന്ന് രാവിലെ ഞാൻ കേട്ടത് ഏത് പാട്ടെന്നറിയോ? സോഫിയ. ഓക്കെ. ഫ്രം 99 സോങ്സ്. ആ ഒരു ചിത്രത്തിലെ റഹ്മാൻ സാറിന്റെ ഒരു ബ്രില്യൻ കോമ്പോസിഷൻ ആൻഡ് സോ ബ്യൂട്ടിഫുള്ളി സങ് ബൈ യു. അപ്പോൾ വളരെ പ്ലസന്റ് സർപ്രൈസ് ആയിരുന്നു ശ്രീകാന്ത് ഇന്ന് വന്നപ്പോൾ. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഇന്ന് രാവിലെ ഞാൻ ആദ്യം കേട്ട പാട്ട് ശ്രീകാന്തിന്റെ ആയിരുന്നു. That is such a surprise. Thank you. It means a lot. So it's a beautiful day. അപ്പോൾ we are extremely happy. അപ്പൊ മീനുട്ടി എന്തോ നമ്മള് വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. നമ്മൾ അങ്ങോട്ട് തുടങ്ങിയാലോ? ഓക്കെ. രണ്ടുപേർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ.